നമ്മൾ മറ്റൊരു വിഷയം പരിശോധിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ ഇന്ന് നടന്ന പ്രധാനപ്പെട്ട ഒരു കേസ്, അതിന്റെ വിധി അത് രാജ്യം ഉറ്റുനോക്കുന്നതായിരുന്നു. രാഷ്ട്രപതിയുടെ 14 ചോദ്യങ്ങളടങ്ങിയ റഫറൻസാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് മറുപടി നൽകിയത്. ബില്ല് വന്നാൽ ഗവർണർ അനിയന്ത്രിതമായി പിടിച്ചുവെക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്ന കോടതിയുടെ നിരീക്ഷണം. അതായത് ബില്ലുകളിൽ ഭരണഘടനാപരമായ തീരുമാനം ഗവർണർ എടുക്കണം. ബില്ലുകൾ എടുക്കുമ്പോൾ ഗവർണർക്ക് വിവേചനാധികാരം ഉപയോഗിക്കാം. ബില്ലിൽ പിടിച്ചു വെക്കുകയല്ല, നിയമസഭയുമായുള്ള ആശയവിനിമയത്തിലൂടെ ചർച്ചയിലൂടെയും പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടതെന്നും കോടതി പറഞ്ഞു. ഇവിടെയാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ കാര്യം നമ്മൾ ഈ ഘട്ടത്തിൽ ഓർത്തുപോകുന്നത്. തീരുമാനമെടുത്തില്ല എങ്കിൽ ബില്ല് അംഗീകരിച്ചെന്ന് കണക്കാക്കുന്ന നിലപാട് ഭരണഘടനയ്ക്ക് എതിരാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഗവർണർക്ക് മുന്നിൽ 3 വഴികളുണ്ട് എന്നും കോടതി പറഞ്ഞു. ഒപ്പുവെക്കുക, രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുക, ഒപ്പിടാതെ മാറ്റിവെക്കുക, പിന്നീട് നിയമസഭയിലേക്ക് തിരിച്ചയക്കുക എന്നിവയാണ് വഴികളെന്നും അല്ലാതെ പിടിച്ചുവെക്കുകയല്ല എന്നും കോടതി പറയുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരിക്കേണ്ടതെന്ന്, സംസ്ഥാനത്ത് 2 എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ഉണ്ടാകരുതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ഭരണഘടനയുടെ 143 വകുപ്പ് പ്രകാരമാണ് 14 നിയമപ്രശ്നങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടിയതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്ക് ഗ്രാഫിക്സിലൂടെ തന്നെ പരിശോധിക്കാം എന്താണ് ശരിക്കും സംഭവിച്ചത്. കോടതിയിൽ നിന്ന് ബില്ലുകൾക്ക് സമയപരിധി വേണ്ട എന്നാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ നിലപാട്. ബില്ലുകളിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി വെക്കാനാകില്ല എന്നാണ് കോടതി പറയുന്നത്. മറ്റൊന്ന് പറയുന്നുണ്ട്, സമയപരിധി നിശ്ചയിക്കുന്നത് ഭരണഘടനാപരമല്ല എന്ന് കോടതി പറയുന്നു. മറ്റൊന്ന്, ന്യായമായ സമയത്തിനുള്ളിൽ ബില്ലുകളിൽ തീരുമാനമെടുക്കണം. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കോടതിയുടെ ഇടപെടൽ നമ്മളെ ചിന്തിപ്പിക്കുന്നത്. സമയപരിധി വെക്കരുത്, പെട്ടെന്ന് തന്നെ ന്യായമായ സമയത്തിനുള്ളിൽ തന്നെ അതിൽ തീരുമാനമെടുക്കണമെന്നുള്ളത്. ബില്ലുകൾ അനന്തമായി പിടിച്ചു വെക്കുന്നത് ഫെഡറൽ തത്വങ്ങൾ എതിരാണ്. അതായത് തമിഴ്നാട് സർക്കാരിൽ ഗവർണറും തമ്മിൽ വലിയ തരത്തിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് തമിഴ്നാട് സർക്കാർ പാസാക്കിയ ബില്ലിൽ തമിഴ്നാട് ഗവർണർ ഒപ്പിടാതെ പോയതിനൊക്കെ വലിയ വിമർശനങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്നു. മറ്റൊന്ന് കോടതി പറയുന്നുണ്ട്, അനന്തമായി വൈകിയാൽ സംസ്ഥാനങ്ങൾക്ക് കോടതിയെ സമീപിക്കാം. അതൊരു വലിയ പ്ലസ് പോയിന്റാണ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. ഡ്രൈവിംഗ് സീറ്റിലുള്ളത് സർക്കാരാണ് ഡ്രൈവിംഗ് സീറ്റിൽ വരേണ്ടതെന്നും കോടതി പറഞ്ഞു വെക്കുന്നു. അതായത് ഈ ഡ്രൈവിംഗ് സീറ്റിൽ സർക്കാരാണ് എന്ന ചിന്ത വേണം എന്ന തലത്തിലാണ് കോടതി ഇന്ന് പരാമർശം നടത്തിയത്. സർക്കാരാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കേണ്ടത്, ആ ഓർമ്മ സർക്കാരുകൾക്ക് വേണം എന്നും പറയുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഈ സുപ്രധാനമായ ഈ ഒരു കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനങ്ങൾക്ക് വലിയ തലത്തിൽ വിമർശനവും ഒപ്പം തന്നെ വലിയ തരത്തിൽ ആശ്വാസകരമായ വിധിയാണ് എന്നും തലത്തിലുള്ള വിലയിരുത്തലുകൾ പല സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ബില്ലുകളിൽ ഭരണഘടനാപരമായ തീരുമാനം ഗവർണർ എടുക്കണമെന്ന് പറയുമ്പോൾ പല സംസ്ഥാനങ്ങളിലും ഗവർണർ സർക്കാർ പോര് നമ്മൾ കണ്ടതാണ്. കേരളത്തിലടക്കം തമിഴ്നാട്ടിലടക്കം ഗവർണർ സർക്കാർ പോര് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പലപ്പോഴും ബില്ലുകളിൽ ഒപ്പിടാൻ വൈകിക്കുന്നു, അത് രാഷ്ട്രപതിക്കായി അയക്കുന്നു, അത് കാലതാമസം വരുന്നു. അങ്ങനെ നിർണായകമായ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ വലിയ തരത്തിലുള്ള വൈകൽ ഉണ്ടാകുന്നത് വലിയ തരത്തിൽ സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി ഉണ്ടാക്കുന്നു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കും ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിലാണ് കോടതി ഇന്ന് പറയുന്നത് ഗവർണർ നിർണായകമായ തീരുമാനം, അതായത് ബില്ലുകളിൽ ഭരണഘടനാപരമായ തീരുമാനം ഗവർണർ എടുക്കണമെന്ന് പറയുന്നത്. ബില്ലുകളിൽ തീരുമാനം എടുക്കുമ്പോൾ ഗവർണർക്ക് വിവേചനാധികാരം ഉപയോഗിക്കാമെന്നും കോടതി വിലയിരുത്തുകയാണ്. ബില്ല് പിടിച്ചു വെക്കുകയല്ല, നിയമസഭയുമായുള്ള ആശയവിനിമയത്തിലൂടെയും ചർച്ചയിലൂടെയും പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടതെന്നാണ് കോടതി പറയുന്നത്. നോക്കൂ, കേരളത്തിലടക്കം നമ്മൾ കണ്ടതാണ് ഗവർണർ സർക്കാർ പോര്, പലതവണ നമ്മൾ കണ്ടതാണ്. ആ സമയത്തൊക്കെ ഗവർണർ ബില്ല് പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യം കണ്ടു. അപ്പോൾ ഇന്ന് കോടതി പറഞ്ഞ കാര്യം എന്താണ്? ഈ ബില്ലുകൾ പിടിച്ചു വെക്കുകയല്ല വേണ്ടത്, നിയമസഭയും ഗവർണറും തമ്മിൽ ആശയപരമായി സംസാരിച്ചുകൊണ്ട് കൃത്യമായി അതിന് പരിഹാരം കണ്ടെത്തി ഈ ബില്ലുകൾ പാസ്സാക്കുകയാണ് എന്ന് വേണ്ടത്. ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത് എന്നാണ് കോടതി പ്രധാനമായും പറയുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ ഇന്ന് ഡീകോഡ് സമഗ്രമായി പരിശോധിക്കേണ്ടതായിരുന്നു. അതിൽ ഒരു വിഷയം പരിശോധിക്കാൻ കഴിഞ്ഞില്ല. അത് മറ്റൊന്നുമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയമാണ്.